അപ്പോൾ ഇന്ന് നമ്മൾ കഞ്ഞി അടുപ്പത്തേക്കാൻ പോകുക കേട്ടോ. അപ്പോൾ സാധാ കഞ്ഞിയല്ല, നമ്മൾ കർക്കിടകത്തിൽ കുടിക്കേണ്ട ഒരു ഔഷധ കഞ്ഞിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉലുവാക്കഞ്ഞി ആണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും, നമ്മൾ കർക്കിടകത്തിൽ ഏതായാലും നമ്മൾ കഞ്ഞി കുടിക്കും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യാം, ഒരു ഔഷധം കൂടി അയച്ച് ഈ ഉണങ്ങല്ലരിയില്ലേ അതും ഉലുവയും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മൺകലത്തിൽ കുറച്ച് നേരം വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം കഴുകിയ ഉലുവയും ഈ അരിയും കൂടി കഴുകിയെടുത്തതാണ് കേട്ടോ. നമുക്ക് മൺകലത്തേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നല്ല വെള്ളം എടുത്തിട്ടുണ്ട് വേവിക്കുക. നമ്മളെ കഞ്ഞി വേവട്ടെ കേട്ടോ. അപ്പോൾ കഞ്ഞീൻ്റെ മുന്നേ തന്നെ നമ്മളിന്ന് അതിക്കുള്ള ഉപ്പേരിയാണ് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കർക്കിടക കഞ്ഞീൻ്റെ അതേ ഫലം ചെയ്യണ മറ്റൊരു സാധനമാണ് മുതിര. ഇതും ഈ ഒരു മാസത്തിൽ നമ്മൾ നല്ലപോലെ കഴിക്കണം എന്നാട്ടോ പറയുക, പഴമക്കാർ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏറെ ദിവസങ്ങളിലും ഈ മുതിര ഉണ്ടാക്കലുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ ഇതുപോലെ അത് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കുറച്ച് ചാറാക്കിയിട്ട് വറുത്ത് പൊടിച്ചിട്ടും ഉണ്ടാക്കും, അല്ലാതെ ചാറ് പോലെ ഉണ്ടാക്കും. ഇന്ന് കുറച്ചൊരു ഉപ്പേരി പോലെയാണ്. അപ്പോൾ നമുക്ക് കഞ്ഞിക്ക് വേണമെങ്കിലും കൂട്ടാം, ചോറിന് വേണമെങ്കിലും കൂട്ടാം കേട്ടോ. അപ്പോൾ ഇത് വെറുതെ നമ്മൾ പുഴുങ്ങിയതാണ്. വറുത്തതിന് ശേഷം ഒന്ന് പുഴുങ്ങിയെടുത്തു. എന്നിട്ട് ചെറിയ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പിലയിൽ ഒന്ന് മൂപ്പിച്ചു വിട്ടു. ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. ഇതൊക്കെ പുഴുങ്ങി നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, നമുക്ക് ഇനി ചോറും ഒന്നിൻ്റെ ഒപ്പം കൂട്ടാൻ നമുക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വെറുതെ സ്പൂണ് വെച്ചിട്ട് കട്ടൻ ചായൻ്റെ ഒപ്പം കോരി തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. എങ്ങനെയായാലും നമ്മൾ ഇത് നമുക്ക് വയറ്റിൽ ചെല്ലുന്നത് നല്ലൊരു കാര്യമാണ്. ഈ കഞ്ഞിക്ക് വേണ്ട നാളികേരാട്ടോ എടുക്കുന്നത്. കുറച്ച് ചെറിയ അരി ആവുകൊണ്ട് തന്നെ കുറച്ച് സമയം മതി വേവാനും. ഇപ്പോഴത്തേക്ക് നമുക്ക് നാളികേരൊക്കെ ചിരകി എടുക്കാം കേട്ടോ. ഈ കഞ്ഞിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുടിക്കണം കേട്ടോ. രാവിലെ നമ്മൾ ചായടി കഴിയുന്ന സമയത്തോട് കൂടിയിട്ട് നമ്മൾ കഞ്ഞി കുടിക്കണം. അല്ലെങ്കിൽ ചില ആൾക്കാർ ചായക്കടിക്ക് പകരം തന്നെ ഈ കഞ്ഞി വെച്ചിട്ടാട്ടോ കുടിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. നമ്മൾ ഈ കഞ്ഞി അപ്പയ്ക്ക് റെഡിയാക്കിയിട്ട് ആ ചൂടോടെ കുടിക്കാൻ പോകുക കേട്ടോ. നമ്മളെ കഞ്ഞി ഞാൻ ഇടയ്ക്ക് വന്നിട്ടൊന്ന് തുറന്ന് നോക്കി ഇളക്കിപ്പോയി. അപ്പോൾ ചെറിയൊരു കളർ ഉണ്ടായിക്കോട്ടെ കഞ്ഞി അരിയിൽ കുറച്ചൊരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ അരി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുമുണ്ട്. പിന്നെ ഇതിക്കുള്ള അരപ്പും അതേപോലെ കുറച്ച് നാളികേരമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നാളികേരം ഇങ്ങനെ നേരിട്ട് ചിരകിടുന്നതിന് പകരം ഇതിൻ്റെ പാലൊഴിക്കും കേട്ടോ. അപ്പോൾ നാളികേരപ്പത്തിൻ്റെ ക്ഷാമം കാരണം കുറച്ചിങ്ങനെ ചിരകി എടുത്തതാണ് ഞാൻ. അതേപോലെ കുറച്ച് ചിരകി അരച്ചിട്ടുമുണ്ട്. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ചെറിയ ജീരകല്ലേ അത് അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് മാത്രം നമ്മൾ ജാറിൽ അരിഞ്ഞു പോരൂല. അപ്പോൾ കുറച്ച് നാളികേരം കൂട്ടിൻ്റെ ശേഷം ഞാനിത് അരച്ചെടുത്തതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അരി വെന്തതിൻ്റെ ശേഷമായിട്ട് ഇട്ട് കൊടുത്തത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒന്ന് വന്നിട്ട് ഇളക്കി നോക്കിയിരുന്നു എന്തായി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഞ്ഞി ഏകദേശമൊക്കെ റെഡി ആയതാണ്. ഇപ്പോഴത്തേക്ക് ഈ അരച്ച് വെച്ചിട്ട് ചെറിയ വെച്ച നാളികേരം കൂടി വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനത്തെ കഞ്ഞിയൊക്കെ ഈ മാസത്തിൽ കുടിക്കണവരൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഒന്നിനും സമയമല്ല വെച്ചാലും കഞ്ഞി വെക്കുന്ന സമയത്ത് അതിന് കുറച്ചൊരു ഉലുവ ഇട്ട് കൊടുക്കുക. അതേപോലെ ചെറിയ ജീരകം 2 മണി ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ നാളികേരം ഇട്ട് കൊടുക്കുക. പണിയുള്ളൂ. പിന്നെ ഒരുപാട് മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് ഈ കഞ്ഞി വെക്കണവരും ഉണ്ട്. ഇതൊക്കെ നമുക്ക് അമ്മ വൈദ്യരെടുത്തുനിന്നേ ഇങ്ങനെ മരുന്നിൻ്റെ കൂട്ട് വാങ്ങിയിട്ട് വരും, കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങി വരലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മാസത്തിൽ മുടങ്ങാതെ ഉണ്ടാക്കി കുടിച്ച് പോരുന്നൊരു പരിപാടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. ഇങ്ങനെ 2-3 തവണ നമ്മളിപ്പോൾ ഈ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി കഞ്ഞി കുടിക്കാം അല്ലേ. അപ്പം നാളികേരം ചെറിയ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് കഞ്ഞി എടുക്കുകയാണ് കേട്ടോ. ഈ ചൂടോടെ കുടിക്കണം, അപ്പോഴൊക്കെ ഒരു രസമുള്ളൂ. കഞ്ഞീൻ്റെ കൂട്ട് ഉപ്പേരി ഇതാ, മുതല ഉപ്പേരി. ഈ നാളികേരപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ഈ ഉലുവേൻ്റെ ആ കയ്പും ആ ചായക്കൊന്നും ആർക്കും
ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നാളികേരപ്പാലം ഒഴിക്കുമ്പോൾ ആ രുചിയൊക്കെ പമ്പടക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും നാളികേരപ്പാലാകുമ്പോൾ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും നാളികേരം ഉള്ളവരിട്ടാ. ആദ്യമൊന്നും എനിക്കും പറ്റിയെന്നില്ല ഈ ഉലുവേൻ്റെ രുചിയൊന്നും. ഇപ്പം പിന്നെ കൂട്ടി കൂട്ടി എൻ്റെ ശീലമായിട്ടാ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൻ്റെ ഈ ഒരു ഫലം ഈ കഞ്ഞിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കലുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ.